ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ചോറുണ്ടല്ലോ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പോളം തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ ബാക്കി വന്ന ചോറൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ചോറ് ചേർക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തോളൂ, ഞാൻ 2 ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 3 വെളുത്തുള്ളി അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് നരഞ്ഞ് കിട്ടണം. വേണ്ട ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് സാധാരണ ഓയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതാണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ വളരെ കുറച്ച് മതി. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതിയാവേ. ഇനി അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണേ എന്ന് കരുതി ഒരുപാട് നിറമൊന്നും മാറ്റിയെടുക്കണ്ട. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട് ഒന്ന് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഈ ഒരു പാകം വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം മൊത്തം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ ഗ്രേവിക്ക് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രം വെള്ളം ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ട ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു കളറല്ലേ, നമ്മുടെ മോരുകറിയുടെ ഒക്കെ ഒരു കളറാണല്ലേ. അപ്പോൾ ദാണ്ട ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ദാണ്ട ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ആ ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പന്ന മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി ചീത്തയാവില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കേണ്ട, കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഇത് അടച്ചങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. അടച്ച് വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ തിളച്ച് പൊന്തി പോവും. ഞാനൊന്ന് മാറിയതാണ്, അപ്പോഴേക്കും ഒന്ന് തിളച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ദാണ്ടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവിയൊക്കെ കണ്ടോ, നല്ല ക്രീമിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ ആ ക്രീമി ആയിട്ടിരിക്കുന്നത് കണ്ടോ. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നിങ്ങൾ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട, അല്ലെങ്കിൽ പകുതി മാത്രം വെച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചാലും മതി, അല്ലെങ്കിൽ കൂടെ ഒന്ന് നിന്നാലും മതി കേട്ടോ. അപ്പോൾ ദാണ്ടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്രീമോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ കറി നല്ല ക്രീമിയാണ്. നമ്മുടെ ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ് കറി കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും മുട്ടക്കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.